അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാകപ്പെട്ട റമദാൻ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ്. 1-2 ദിവസം കഴിഞ്ഞാൽ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ശഅബാൻ മാസത്തിലും റജബൻ മാസത്തിലും നാം ഏറെ ദുആ ചെയ്യുന്നത് റമദാനിനെ നമുക്ക് എത്തിക്കുകയും അതിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരികയും ചെയ്യണമേ അല്ലാഹ് എന്നാണ്. എങ്കിൽ ഞാൻ എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളോട് പറയുന്നത്, നാം ഒരു കാരണവശാലും ഒരാളെയും ഗീബത്ത് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അത് ഗീബത്ത് പറഞ്ഞാൽ സ്വന്തം ഉമ്മയെ 70 പ്രാവശ്യം വ്യഭിചരിക്കുന്നതിനേക്കാളും 70 ഉക്കുബ വ്യഭിചരിക്കുന്നതിനേക്കാളും ഏറെ ഗൗരവമുണ്ടെന്നാണ്. എങ്കിൽ നല്ലോണം അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തേണ്ട വിഷയമാണ് ഗീബത്ത്. എന്നാൽ മറ്റൊരു വിഷയം, ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആ നിക്കാഹിൽ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നിലക്ക് ജീവിക്കുക, നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല, പരസ്പരം ഒത്ത് പോകാൻ പറ്റുന്നില്ലെന്നെങ്കിൽ അതേപോലെ തന്നെ ബാപ്പ പറയുന്നത് എൻ്റെ വീട്ടിൽ കൊണ്ടായിക്കോളി, അല്ലാണ്ട് അതിന് ഒരുപാട് പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാക്കരുത് എന്നാണ്. എന്നാൽ ത്വലാക്ക് ചെല്ലുന്നത് അർശ് പോലും കുലുങ്ങും എന്നുള്ള സംശയം പലർക്കും ഉണ്ട്. ചില അനിവാര്യ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അത് പല കാരണങ്ങളും പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു വിഷയത്തിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഭാര്യമാരെ ത്വലാക്ക് ചൊല്ലിയതായിട്ടുള്ള ഹദീസുകളിലും കാണാം. എന്നാൽ മറ്റൊരു വിഷയം, വിവാഹം എത്ര കഴിക്കാം? വിവാഹം ഒന്ന് തന്നെ വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒന്നുപോലും കിട്ടണ്ട എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഒരു പെണ്ണ് ഉണ്ടായിരിക്കെ മറ്റൊരു വിവാഹത്തിന് മഹർ കൊടുക്കാനും ചെലവിന് കൊടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരു കല്യാണം കഴിക്കൽ തെറ്റൊന്നുമല്ല. കാരണം ഇസ്ലാമിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അവൻ 2 കല്യാണം കഴിച്ചു, അവൻ തരികിടയാണ്, അവൻ മറ്റവനാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ പ്രചരിപ്പിക്കുന്ന പലരുമുണ്ട്. എങ്കിൽ ഇസ്ലാമിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇസ്ലാം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും മതമാണ് ഇസ്ലാം. ഈ ഇസ്ലാം മതത്തിൽ 4 കല്യാണം വരെ കഴിക്കാമെന്ന് ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. എങ്കിൽ അവൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ അവൻ തരികിടയാണ് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യും. നാം അറിയാതെ തന്നെ അതിൻ്റെ ചോദ്യം, ആ പറച്ചിൽ തന്നെ ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഒരവസ്ഥയിലുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കാരണവശാൽ ഒരാളെയും ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ വരരുത്, ഇസ്ലാമിൻ്റെ സിസ്റ്റമിനെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ വരരുത്. നല്ല നിലക്ക് ജീവിക്കുക. അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാഫ് നൽകി ഇനിയുള്ള റമദാൻ കഴിഞ്ഞാൽ പിന്നീട് കാലങ്ങളൊക്കെ റബ്ബ് പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മറ്റുള്ള വിശാലമായ ചർച്ച നമുക്ക് നടത്താനുണ്ട്. ആരാണ് കല്യാണം കഴിച്ചത്, കല്യാണ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ എങ്ങനെയാണ്, അതിൻ്റെ ട്രെയിനിങ് ക്ലാസ്സൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മക്കളെ വളർത്തേണ്ടത് എങ്ങനെ, മക്കൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾ അനുസരണ ഇല്ലാതെയാകുന്നത് എങ്ങനെ, ഇന്നുള്ള ചർച്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്കൂൾ ലീവ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല ക്ലാസ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും, കൂടുതലും കുട്ടികളെ കുറ്റം പറയാനില്ല, രക്ഷിതാക്കളുടെ സംസാരങ്ങളും രക്ഷിതാക്കൾ അവരോട് പെരുമാറുന്ന പെരുമാറ്റ രീതികളെ കൊണ്ടാണ് മക്കൾ വളരെ അനുസരണക്കേട് കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. അതിന് പറയാൻ കാരണം, എൻ്റെ അടുക്കൽ വന്ന പല കേസുകളും മക്കളനുസരിക്കുന്നില്ല, മക്കൾ അങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രക്ഷിതാക്കൾ കരഞ്ഞ് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിന് 80% വിഷയങ്ങളും പേരൻ്റ് എന്താണ്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയാത്തത് കൊണ്ടാണ് 80% കേസുകൾ വരുന്നത്. 20% രക്ഷിതാക്കൾക്ക് പേരൻ്റ് അറിഞ്ഞാലും അതിൻ്റെ രക്ഷകർത്താക്കൾ എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞാലും പോലും മക്കൾ മോശമാകുന്ന റൂട്ടിലുള്ള പലരും ഉണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാം വേണ്ടതുപോലെ, ഞാൻ പറഞ്ഞത്, ഒരാൾ പെണ്ണ് കെട്ടിയാൽ അവനെ മൊത്തമായി അടിച്ചാക്ഷേപിക്കുന്നതിന് പകരം അവനെ പഠിക്കുക, മനസ്സിലാക്കുക, ചെലവിന് കൊടുക്കാതെ
കിട്ടിയ ഒരു പെണ്ണ് കെട്ടി അവന് നോക്കാൻ കഴിയാതെ വേറൊരു പെണ്ണ് കെട്ടി അവളും ബൈക്കാക്കി, ഇങ്ങനെയുള്ള അവസ്ഥ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. 4 കല്യാണം വരെ കഴിക്കാമെന്ന് ഇസ്ലാം പറഞ്ഞത് തന്നെ എന്തിനാണ് എന്നുള്ളതും കൂടി നാം പഠിക്കണം. ഒറ്റയടിക്ക് ഒരാളെ ഇബിലീസിൻ്റെ ചിന്ത, ഇബിലീസ് പലരെയും പല നിലക്കും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഇബിലീസിന് വ്യഭിചാരം നടക്കണം. ഇബിലീസിൻ്റെ ഉദ്ദേശം അതാണ്. അതുകൊണ്ടാണ് സമൂഹത്തിനെതിരെ 2 കല്യാണം കഴിച്ചാൽ അവനെ 2ാം നമ്പറായി കാണുന്നത്. അത് ഇബിലീസിൻ്റെ ചാരന്മാരാണ്. എന്തുകൊണ്ട്? ഇബിലീസിന് വ്യഭിചാരം നടക്കണം, തെറ്റുകൾ നടക്കണം. അതിന് വേണ്ടിയാണ് നിക്കാഹിലൂടെ ഒരു പെണ്ണിനെ ഹലാലാക്കി നല്ല നിലയ്ക്ക് ജീവിക്കുക എന്നുള്ളത് ഇബിലീസിന് വളരെ വിഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇബിലീസിൻ്റെ കൂട്ടുകാർ, ഇബിലീസിൻ്റെ വഹിപ്പെട്ട് അള്ളാഹുവിനെ അനുസരിക്കാതെ, അള്ളാഹുവിൻ്റെ ദീനിനനുസരിക്കാതെ ഇബിലീസിൻ്റെ കൂട്ടുപിടിക്കുന്ന ആളുകളാണ് ഇത്തരം സംസാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആരും, എൻ്റെ പൊന്നുമിനിങ്ങൾ ആരും തന്നെ ഒരാളെ വിഷയത്തിലും ചർച്ച ചെയ്യാതെ നല്ല നിലയ്ക്ക് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.